എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജൂൺ 2 വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് രാശി മാറുകയാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ വരുന്നവർക്ക് ഈ ഗ്രഹമാറ്റം 5-ാം ഭാവത്തിലേക്കാണ് സംഭവിക്കുന്നത്. ജ്യോതിഷപ്രകാരം ഏറ്റവും അനുകൂലമായ ഒരു ഗ്രഹമാറ്റമാണ് ഇനി നടക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ വ്യാഴമാറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വ്യാഴത്തിൻ്റെ സ്വന്തം വീടാണ് മീനം. അങ്ങനെയുള്ള മീനക്കൂറുകാർക്ക് വ്യാഴം ലഗ്നാധിപൻ കൂടിയാണ്. ഈ വ്യാഴം ഇപ്പോൾ വരുന്നത് 5-ാം ഭാവമായ കർക്കിടകത്തിലേക്കാണ്. കർക്കിടകം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രവുമാണ്. അതായത് വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ ബലമുള്ള, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥാനമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഗുരു 4-ാം ഭാവത്തിലായിരുന്നു. 4-ാം ഭാവത്തിൽ ഗുരു അത്ര ഗുണകരം ആയിരിക്കുകയില്ല. ഇനി വരാൻ പോകുന്നത് ജ്യോതിഷത്തിലെ ഏറ്റവും വലിയ ഭാഗ്യകാലങ്ങളിൽ ഒന്നായിരിക്കും. വ്യാഴം 5-ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് മീനൻ രാശിക്കാരായ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾ ആണ് ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ജ്യോതിഷത്തിൽ 5-ാം ഭാവം അഥവാ പഞ്ചമം ഭാവം എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമായ ഒരു ത്രികോണ സ്ഥാനമാണ്. ഒരു പുണ്യങ്ങളുടെ ഭാവമാണിത്. കഴിഞ്ഞ ഒരു വർഷമായി 4-ാം ഭാവത്തിൽ നിന്ന് അലച്ചിലുകളും മാനസിക അസ്വസ്ഥതകളും ഒക്കെ തന്ന വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ മുജ്ജന്മങ്ങളിലോ അല്ലെങ്കിൽ മുൻകാലങ്ങളിലോ ഒക്കെ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഒരു ഫലം അനുഭവഭേദ്യമാകുന്നത് കാണാൻ പറ്റും. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് അദൃശ്യമായ ഒരു ശക്തിയുടെ സഹായത്താൽ പരിഹാരമൊക്കെ ഉണ്ടാകുന്നതുമാണ്. ദൈവാനുഗ്രഹമൊക്കെ കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാണിത്. 5-ാം ഭാവം ചിന്താശേഷിയുടെ ഭാവമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്തെങ്കിലും തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുത്ത് പണമൊക്കെ നഷ്ടപ്പെടുത്തിയവരോ അല്ലെങ്കിൽ ജോലിയിലൊക്കെ പ്രതിസന്ധിയിലായവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ബുദ്ധി കൃത്യമായി പ്രവർത്തിക്കുന്നതാണ്. ശരിയായ തീരുമാനത്തിലൂടെ വലിയ വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന മീനക്കൂറുകാർക്ക് ഈ ഉച്ചവ്യാഴത്തിൻ്റെ 5-ാം ഭാവസ്ഥിതി ഒരു വലിയ അനുഗ്രഹമാകുന്നതാണ്. നിലവിൽ കുട്ടികളുള്ളവർക്ക് കുട്ടികളുടെ പഠനകാര്യങ്ങളിലോ അല്ലെങ്കിൽ ഉദ്യോഗത്തിലോ ഒക്കെ വലിയ പുരോഗതിയൊക്കെ കണ്ട് സന്തോഷിക്കാനും ഇടവരുന്നതാണ്. മക്കളാൽ മാതാപിതാക്കൾക്ക് പെരുമയും അഭിമാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ജ്യോതിഷത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഗുരു നിൽക്കുന്നതിനേക്കാൾ ഗുണം ചെയ്യും ഗുരു നോക്കുന്നതെന്ന്. വ്യാഴം നിൽക്കുന്ന സ്ഥാനത്തേക്കാൾ വലിയൊരു പോസിറ്റീവ് ഊർജ്ജം നൽകുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്ന ഭാവങ്ങൾക്കാണ്. 5-ാം ഭാവത്തിലിരിക്കുന്ന വ്യാഴത്തിന് 3 ദൃഷ്ടികളാണുള്ളത്. 5-ാം ദൃഷ്ടി, 7-ാം ദൃഷ്ടി, 9-ാം ദൃഷ്ടി. ഈ 3 ദൃഷ്ടികളും മീനക്കൂറുകാരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്ന് നോക്കാം. വ്യാഴം തൻ്റെ 5-ാം ദൃഷ്ടി കൊണ്ട് നോക്കുന്നത് നിങ്ങളുടെ 9-ാം ഭാവമായ വൃശ്ചികൻ രാശിയാണ്. 9-ാം ഭാവം എന്നാൽ ജ്യോതിഷത്തിൽ ഭാഗ്യസ്ഥാനം, പിതൃസ്ഥാനം, ധർമ്മസ്ഥാനം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ 9-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ നോട്ടം വീഴുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, എല്ലാം ഉണ്ട് പക്ഷേ അവസാന നിമിഷം ഭാഗ്യമില്ലാത്തതുകൊണ്ട് കൈവിട്ടുപോയി എന്ന്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് മീനക്കൂറുകാർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി ആ അവസ്ഥ മാറുകയാണ്. ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. നിങ്ങളൊരു 10% അധ്വാനിച്ചാൽ തന്നെ ഒരു 100% ഫലം തരുന്ന രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ മാറാൻ പോകുന്നത്. അതുപോലെ വിചാരിക്കാത്ത വഴിയിലൂടെ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. തൊഴിലിലോ ബിസിനസ്സിലോ ഒക്കെ ഭാഗ്യത്തിൻ്റെ നല്ലൊരു പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിതൃതുല്യരിൽ നിന്നുള്ള സഹായവും അതുപോലെ പിതൃസ്വത്തും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്തെ വലിയ പുരോഗതി, ആരോഗ്യസ്ഥിതിയൊക്കെ പൂർവാധികം നല്ല രീതിയിൽ തന്നെ മാറുന്നതാണ്. അതുപോലെ ദീർഘകാലമായിട്ട് തർക്കത്തിൽ കിടന്നിരുന്ന പിതൃസ്വത്തുക്കൾ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ രേഖകളൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിലൊക്കെ വന്നു ചേരുന്നതാണ്. ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലിയിൽ ഒരു മാറ്റം, അതുപോലെ ജോലിയിലൊരു മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ 5-ാം ഭാവത്തിൻ്റെ ദൃഷ്ടി വലിയൊരു അനുഗ്രഹമാണ്. വിദേശത്തൊക്കെ പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിസ സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ദീർഘദൂര യാത്രകൾ ഒക്കെ ചെയ്യേണ്ടി വരുന്നൊരു സമയമാണ്. ആ യാത്രകൾ വഴി നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. മനസ്സിൽ ഈശ്വരചിന്തയും നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള താല്പര്യവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും
നേർരേഖയിലുള്ള 7ാം ദൃഷ്ടിയുണ്ട്. 5ാം ഭാവമായ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ 7ാം ദൃഷ്ടി കൊണ്ട് 11ാം ഭാവമായ മകരം രാശിയാണ് ദൃഷ്ടി ചെയ്യുന്നത്. ജ്യോതിഷത്തിൽ 11ാം ഭാവം എന്നാൽ ലാഭസ്ഥാനം അല്ലെങ്കിൽ അഭീഷ്ട സിദ്ധിസ്ഥാനം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു ഇടമാണ് ഈ 11ാം ഭാവം. ഈ 11ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത്രയും കാലം ഒരൊറ്റ വരുമാനമൊക്കെ കൊണ്ട് ജീവിക്കാൻ പ്രയാസപ്പെട്ടവരോ അല്ലെങ്കിൽ വരുമാനമില്ലാതെ ബുദ്ധിമുട്ടിയവരോ ഒക്കെ ആയ മീനക്കൂറുകാർക്ക് ഈ സമയത്ത് വളരെയധികം ഗുണകരമായ അവസ്ഥ ഉണ്ടാകുന്നതാണ്. പ്രധാന ജോലിക്കൊക്കെ പുറമെ പാർട്ട് ടൈം ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗ്ഗത്തിലൂടെയൊക്കെ അപ്രതീക്ഷിതമായിട്ട് പണം വന്നു ചേരുന്നതാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും പുതിയ ബ്രാഞ്ചൊക്കെ തുടങ്ങാനും അതുപോലെ ബിസിനസ്സിൽ വിചാരിച്ചതിലും വലിയ ലാഭമൊക്കെ ഉണ്ടാക്കാനും ഈ 7ാം ഭാവദൃഷ്ടി കാരണമാകുന്നതാണ്. വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെയുള്ള വഴി തെളിയുന്നതാണ്. ലോണുകളൊക്കെ വളരെ എളുപ്പത്തിൽ പാസ്സാകുകയും നിർമ്മാണ ജോലികളൊക്കെ തടസ്സമില്ലാതെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അതുപോലെ കുട്ടികളുടെ വിവാഹ ഉപരിപഠനം എന്നിവയ്ക്കായിട്ടൊക്കെ പണം മാറ്റിവെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സുകളും ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. വ്യാഴത്തിൻ്റെ ഈ 7ാം ഭാവദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനത്തെ ഉണർത്തുന്നതുകൊണ്ട് വരാനിരിക്കുന്ന ഒരു വർഷക്കാലം സാമ്പത്തികമായിട്ട് വലിയൊരു കുതിച്ചുചാട്ടത്തിൻ്റെ വർഷം തന്നെയായിരിക്കും. നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു നല്ല സമയമായിരിക്കും വരാൻ പോകുന്നത്. വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് തന്നെയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ തകർന്ന ആത്മവിശ്വാസമൊക്കെ തിരിച്ചു കിട്ടുന്നതാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മാനസികമായിട്ടൊക്കെ വലിയ തകർച്ചയൊക്കെ നേരിട്ടിരുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ മാറി വളരെയധികം ആകുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്ന കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ ഈ സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏത് പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെയൊക്കെ നേരിടാനുള്ള ഒരു മാനസിക ബലമൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ നോട്ടം വരുമ്പോൾ ഒന്നാമതായിട്ട് മാറുന്നത് നിങ്ങളുടെ ആരോഗ്യമാണ്. എന്തെങ്കിലും വിട്ടുമാറാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ കുറവ് ലഭിക്കുന്നതാണ്. അലർജികൾ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഒക്കെ മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവരാണെങ്കിൽ അവർക്കും അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മുഖത്തും ശരീരത്തിനുമൊക്കെ പുതിയൊരു ഉണർവും തേജസ്സും ആത്മവിശ്വാസവും ഒക്കെ പ്രകടമാകുന്ന സമയമാണ്. ആളുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന സമയം കൂടിയാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ കൃത്യവും അത് മറ്റുള്ളവർക്കൊരു മാതൃകയും ആകുന്നതാണ്. മുൻപ് നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ പോലും നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ തേടി ഈ സമയത്ത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതാണ്. സമൂഹത്തിലോ ജോലിസ്ഥലത്തോ കുടുംബത്തിലോ ഒക്കെ നിങ്ങൾക്ക് അർഹമായ ബഹുമാനവും പദവികളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എടുത്തിയാട്ടമൊക്കെ ഉണ്ടെങ്കിൽ ആ എടുത്തിയാട്ടമൊക്കെ മാറി ശാന്തതയൊക്കെ കൈവരുന്ന ഒരു സമയം കൂടിയാണ്. ജ്യോതിഷപ്രകാരം ഗോചരഫലങ്ങളൊക്കെ അനുകൂലമായാലും നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിലെ ദശാകാലങ്ങൾ കൂടി അനുസരിച്ചായിരിക്കും ഇതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ഈ ഒരു വർഷക്കാലം വ്യാഴത്തിൻ്റെ അനുഗ്രഹം 100% നിങ്ങളിലേക്ക് എത്തിക്കാനും എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടായെങ്കിൽ അതൊക്കെ മാറാനുമായി ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നതാണ്. വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ, അതുപോലെ വീട്ടിലെ മുതിർന്നവരെ, ഗുരുതുല്യരായ വ്യക്തികളെ എന്നിവരെയൊക്കെ ബഹുമാനിക്കുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങുന്നത് വ്യാഴപ്രീതിക്കുള്ള ഏറ്റവും വലിയ മാർഗമാണ്. ചുരുക്കം പറഞ്ഞ 2026 ജൂൺ 2-ാം തീയതി സംഭവിക്കാൻ പോകുന്ന ഈ വ്യാഴമാറ്റം മീനക്കൂറുകാർക്ക് ജീവിതത്തിൽ പുതിയൊരു സുവർണ അധ്യായത്തിനാണ് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അനുഭവിച്ച അലച്ചിലുകൾക്കും തടസ്സങ്ങൾക്കും ഒക്കെ ഒരു മാറ്റം ലഭിക്കുന്നതാണ്. അതുപോലെ ശനിദോഷം മൂലം ബുദ്ധിമുട്ടുണ്ടായിരുന്നവരാണെങ്കിൽ അവർക്ക് ഈ വ്യാഴദൃഷ്ടി വരുമ്പോഴേക്ക് ആ ശനിയുടെ ബുദ്ധിമുട്ടുകളും കുറഞ്ഞു കിട്ടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മീനക്കൂറുകാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.